നമസ്കാരം. വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. തൃശൂരിൽ നടന്നത് വിദ്യാർത്ഥി സൗഹൃദ കലോത്സവമെന്ന് മന്ത്രി ആർ ബിന്ദു. തൃശൂരിന്റെ സംഘാടന മികവിനെ അഭിനന്ദിച്ച് സ്പീക്കർ. നമ്മുടെ വിദ്യാർത്ഥികൾ പ്രതിഭാസമ്പന്നർ ആണെന്നും എല്ലാവരും കേരളത്തിൽ വിജയികളായി തുടരണമെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. പരാതികളില്ലാതെ കലോത്സവം സംഘടിപ്പിക്കാനായെന്ന് മന്ത്രി കെ രാജൻ. വാർത്തകൾ വിശദമായി. തൃശൂരിൽ നടന്നത് വിദ്യാർത്ഥി സൗഹൃദ കലോത്സവമെന്ന് മന്ത്രി ആർ ബിന്ദു. പരാതിരഹിതമായ കുറ്റമറ്റ രീതിയിൽ കലോത്സവം സംഘടിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ടെന്ന് ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു കലോത്സവ വേദിയിൽ സമ്മാനദാനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. തികച്ചും വിദ്യാർത്ഥി സൗഹൃദപരമായി മത്സരാർത്ഥികൾക്ക് അവരുടെ ജീവിതകാലം മുഴുവൻ മനസ്സിൽ സൂക്ഷിക്കാൻ കഴിയുന്ന അവിസ്മരണീയമായ ഓർമ്മകൾ സമ്മാനിച്ച ദിനങ്ങളുമായാണ് കലോത്സവം അവസാനിച്ചത്. ഇതൊരു തുടർച്ചയാണ്, കേരളത്തിന് മാത്രം ചെയ്യാൻ കഴിയുന്ന ഒന്നാണെന്നും മന്ത്രി പറഞ്ഞു. തൃശൂരിന്റെ സംഘാടന മികവിനെ അഭിനന്ദിച്ച് സ്പീക്കർ. 5 ദിവസവും നല്ല സംഘാടന മികവോടു കൂടിയതും പരാതിരഹിതമായും കലോത്സവം നടപ്പിലാക്കാൻ തൃശൂർ ജില്ലയ്ക്ക് സാധിച്ചിട്ടുണ്ടെന്ന് കേരള നിയമസഭാ സ്പീക്കർ എൻ ഷംസീർ 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ സമാപന സമ്മേളന ചടങ്ങിൽ മുഖ്യപ്രഭാഷകനായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചരിത്രത്തിലാദ്യമായി ഓൺലൈനായി കലോത്സവം നടത്തിയതാണ് തൃശൂരിലെ കലോത്സവത്തെ ശ്രദ്ധേയമാക്കുന്നതെന്നും കാസർകോട്ടെ സിയ ഫാത്തിമയ്ക്ക് മത്സരത്തിൽ പങ്കെടുക്കാൻ അവസരം നൽകിയതിന് ഓർമ്മിപ്പിച്ച് സ്പീക്കർ പറഞ്ഞു. തൃശ്ശൂരിന്റെ സംഘാടന മികവിന് ഒരു അംഗീകാരം നൽകാനാണ്. ഈ കഴിഞ്ഞ 5 ദിവസവും കേരളത്തിന്റെ കണ്ണും കാതും തൃശ്ശൂരിൽ തന്നെയായിരുന്നു. വളരെ വീറും വാശിയേറിയ മത്സരം. ഒടുവിൽ ഫോട്ടോ ഫിനിഷിംഗിലൂടെയാണ് ചാമ്പ്യന്മാരെ തെരഞ്ഞെടുത്തത്. നമ്മുടെ വിദ്യാർത്ഥികൾ പ്രതിഭാസമ്പന്നർ ആണെന്നും എല്ലാവരും കേരളത്തിൽ വിജയികളായി തുടരണമെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. കലോത്സവത്തിനെത്തിയ ഓരോ വിദ്യാർത്ഥിയും നമ്മുടെ എല്ലാ സ്വപ്നങ്ങളെയും യാഥാർത്ഥ്യമാക്കാൻ കഴിവുള്ളവരാണ്. ഇവരാരും മറ്റ് വിദേശ രാജ്യങ്ങളിൽ പോകാതെ ഇവിടെ തന്നെ തുടരണമെന്നും എല്ലാവരും പോയാൽ കേരളം ഒരു വൃദ്ധസദനമായി മാറുമെന്നും സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു. ഓരോ വർഷവും കഴിയുന്തോറും യുവജനോത്സവം വലിയൊരു ഉത്സവമായി എന്നും കുട്ടികളുടെ മനസ്സിൽ ഓർത്തിരിക്കാൻ പറ്റുന്ന ഓർമ്മയായി മാറുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. കലോത്സവ ചട്ടങ്ങൾ മാറ്റി സിയ ഫാത്തിമയെ മത്സരിപ്പിക്കാൻ പങ്കെടുപ്പിച്ച വിദ്യാഭ്യാസ മന്ത്രിയെ വി ഡി സതീശൻ അഭിനന്ദിച്ചു. പൊതുവിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറി ഡോക്ടർ കെ വാസുകി കലോത്സവ റിപ്പോർട്ട് അവതരിപ്പിച്ചു. പൊതുവിദ്യാഭ്യാസ വകുപ്പ് അഡീഷണൽ ഡയറക്ടറും കലോത്സവ സംഘടനാ സമിതി ജനറൽ കൺവീനറുമായ ആർ എസ് ഷിബു ചാമ്പ്യൻഷിപ്പ് പ്രഖ്യാപനം നടത്തി. സാംസ്കാരിക കേരളത്തിന്റെ തലസ്ഥാനമാണെന്ന് വെറുതെ പറയുന്നത് ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് ഇതുപോലെ ഒരു ഉത്സവം. ഇത് ഏഷ്യയിലെ ഏറ്റവും വലിയ ഉത്സവമാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ വന്ന് വിവിധ വേദികളിൽ ഈ പരിപാടികൾ നടത്തുമ്പോൾ യുവജനോത്സവം എന്ന് കേൾക്കുമ്പോൾ എനിക്കെല്ലാം ഗൃഹാതിരത്വം നിറഞ്ഞ സ്മരണകളാണ് മനസ്സിലേക്ക് ഇറങ്ങി വരുന്നത്. ഞാനൊരു 5ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് വരെ ജില്ലാ യുവജനോത്സവങ്ങളിലും പിന്നീട് സംസ്ഥാന യുവജനോത്സവത്തിലും പങ്കെടുക്കുകയും മത്സരങ്ങളിൽ പങ്കെടുക്കുകയും സമ്മാനം കിട്ടാതെ വിഷമിച്ച് തിരിച്ചു പോരുകയും സമ്മാനം കെട്ടി തിരിച്ചു പോരുകയും ഒക്കെ ചെയ്ത വ്യത്യസ്തമായ വൈവിധ്യമാർന്ന അനുഭവങ്ങളുടെ ഓർമ്മകളുണ്ട്. ഓരോ വർഷം കഴിയുന്നതും നമ്മുടെ യുവജനോത്സവം വലിയൊരു കലോത്സവമായി എന്നും ഓർത്തിരിക്കാൻ പറ്റുന്ന, കുട്ടികളുടെ ഹൃദയത്തിൽ സൂക്ഷിച്ചു വയ്ക്കാൻ പറ്റുന്ന ഒരു വലിയ അനുഭവമായി മാറുകയാണ്. പരാതികളില്ലാതെ കലോത്സവം സംഘടിപ്പിക്കാനായെന്ന് മന്ത്രി കെ രാജൻ. പരാതികളില്ലാത്ത കലോത്സവം സംഘടിപ്പിക്കാനായെന്ന് റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ സംസ്ഥാന സ്കൂൾ കലോത്സവ സമാപന സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഉത്തരവാദിത്ത കലോത്സവം എന്നത് ചോറിലെടുത്ത് കുട്ടികളെ പഠിപ്പിക്കാനുള്ള മുദ്രാവാക്യമല്ലെന്നും അത് സംഘാടകർ മുതൽ കാണികൾ വരെ ഒരു ജീവിത വൃത്തമായി ഏറ്റെടുക്കേണ്ട ഒന്നാണെന്ന്
5 നാൾ നീണ്ടുനിന്ന കലോത്സവം നമ്മെ പഠിപ്പിച്ചതായും മന്ത്രി കൂട്ടിച്ചേർത്തു. മാനവികതയ്ക്ക് മുന്നിൽ തുറക്കാത്ത വാതിലുകളും മാറാത്ത നിയമങ്ങളുമില്ലെന്ന് തെളിയിച്ചുകൊണ്ട് കലോത്സവ ചരിത്രത്തിൽ ആദ്യമായി സ്വന്തം വീട്ടിലിരുന്ന് ഹൈസ്കൂൾ അറബിക് പോസ്റ്റർ ഡിസൈനിങ് മത്സരത്തിൽ പങ്കെടുത്ത് എ ഗ്രേഡ് നേടിയ സിയ ഫാത്തിമയ്ക്ക് അവസരം നൽകിയതിലൂടെ പുതിയ അധ്യായം കുറിക്കുകയാണെന്നും ആൺകുട്ടികളുടെ ഭരതനാട്യ മത്സരത്തിൽ 4 തവണ എ ഗ്രേഡ് നേടിയ കാസർഗോഡ് ആദിവാസിയൂരിൽ നിന്നും എത്തിയ സച്ചുവിന് വീടില്ല എന്ന് മനസ്സിലാക്കി സർക്കാർ വീട് വെച്ച് നൽകുന്നതിന് തീരുമാനമെടുത്തത് അഭിമാനകരമായ കാര്യമാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ഈ കലോത്സവത്തിൽ ഒരു ചെറിയ പരാതി പോലുമില്ലാതെ തൃശ്ശൂരിലെ ജനങ്ങൾ കേരളത്തിലെ ഈ കുടുംബങ്ങളെ കലോത്സവ പ്രതിഭകളെ നെഞ്ചേറ്റുവാൻ തൃശ്ശൂർക്കാരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഞങ്ങൾ ഈ കലോത്സവം അങ്ങ് അടിച്ചു പൊളിച്ചു എന്ന അഭിമാനത്തോടെ പറയാൻ പറ്റിയ ഒരു സായാഹ്നം. സംസ്ഥാന സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള ഓൺലൈൻ ഓട്ടോ ടാക്സി സർവീസ് കേരള സവാരി ജില്ലയിൽ പ്രവർത്തനം ആരംഭിച്ചു. പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി, റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ സംയുക്തമായി പദ്ധതി ഫ്ളാഗ് ഓഫ് ചെയ്തു. രാജ്യത്ത് ആദ്യമായാണ് സർക്കാർ ഉടമസ്ഥതയിൽ ഓൺലൈൻ ഓട്ടോ ടാക്സി പദ്ധതി നടപ്പിലാക്കുന്നത്. നിലവിൽ തിരുവനന്തപുരം, കൊച്ചി ജില്ലകളിൽ പ്രവർത്തിച്ചു വരുന്ന കേരള സവാരി തൊഴിൽ വകുപ്പ്, പോലീസ്, മോട്ടോർ വാഹന വകുപ്പ് എന്നിവയുടെ സഹകരണത്തോടെയാണ് നടപ്പാക്കുന്നത്. സുരക്ഷിതവും വിശ്വസനീയവുമായ ഡ്രൈവർമാരാണ് കേരള സവാരിയുടെ പ്രത്യേകത. ജില്ലയിൽ ഏകദേശം 2400ഓളം ഡ്രൈവർമാരാണ് പദ്ധതിയിൽ ഭാഗമായിട്ടുള്ളത്. കേരള അംഗീകൃത നിരക്കുകളാണ് ഈടാക്കുന്നത്. നിമിഷങ്ങൾക്കുള്ളിൽ ബുക്കിംഗ് സാധ്യമാകുന്ന മൾട്ടി മോഡൽ ആപ്പാണ് കേരള സവാരി. ഉപഭോക്താക്കൾക്കും ഡ്രൈവർമാർക്കും ഒരുപോലെ പ്രയോജനകരമായ രീതിയിൽ പദ്ധതി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. കഴിമ്പ്രം വാഴപ്പള്ളി ക്ഷേത്ര മഹോത്സവത്തിന് കൊടിയേറി. കഴിമ്പ്രം ശ്രീ രാജരാജേശ്വരി ക്ഷേത്രത്തിൽ ജനുവരി 24 നടക്കുന്ന ക്ഷേത്ര മഹോത്സവത്തിന് ക്ഷേത്രം തന്ത്രി മുല്ലങ്ങത്ത് നന്ദകുമാർ ശാന്തി കൊടിയേറ്റം നടത്തി. 24 രാവിലെ 7 ആനകളോട് കൂടിയ ശീവേലി, ഉച്ചകഴിഞ്ഞ് പൂരം വരവ്, റോഡ് ഷോ, വൈകിട്ട് 101 കലാകാരന്മാർ അണിനിരക്കുന്ന പാണ്ഡിമേളം, 7 മണിക്ക് വർണ്ണമഴ, 8 മണിക്ക് തിരുവനന്തപുരം സംഘകലിയുടെ ലക്ഷ്മണരേഖ നാടകം, 10:30 പള്ളിവേട്ട, തുടർന്ന് രാത്രി പൂരം, 25 രാവിലെ ദേവിയുടെ ആറാട്ടോടെ പൂരത്തിന് സമാപനവും കുറിക്കും. ചന്ദ്രാപിന്നി പെരുമ്പടപ്പ സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ നവീകരിച്ച ദേവാലയത്തിന്റെ വെഞ്ചരിപ്പും വിശുദ്ധ സെബാസ്റ്റ്യാനോസിന്റെ തിരുനാൾ കൊടിയേറ്റവും നടത്തി. ഇരിഞ്ഞാലക്കുട രൂപത മെത്രാൻ മാർപോളി കണ്ണൂക്കാടൻ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വികാരി ഫാദർ ഡോഫിറ്റ് കാട്ടുപറമ്പിൽ, കൈക്കാരന്മാരായ ജോൺസൺ പുലിക്കോട്ടിൽ, ആന്റോണിയോ പുലിക്കോട്ടിൽ, തിരുനാൾ കമ്മിറ്റി ഭാരവാഹികൾ, യൂണിറ്റ് പ്രസിഡന്റുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ചൊവ്വാഴ്ച രാവിലെ തിരുസ്വരൂപം എഴുന്നള്ളിപ്പ് വയ്ക്കൽ, രാവിലെ 9 മണിക്ക് വീടുകളിലേക്ക് അമ്പ എഴുന്നള്ളിപ്പ്, രാത്രി വിവിധ യൂണിറ്റുകളിൽ നിന്നുള്ള അമ്പ പ്രദക്ഷിണം പള്ളിയങ്കണത്തിൽ എത്തിച്ചേർന്ന് സമാപിക്കും. തിരുനാൾ ദിനമായ ബുധനാഴ്ച രാവിലെ 10-ന് നടക്കുന്ന ആഘോഷമായ തിരുനാൾ പാട്ടു കുർബാനയ്ക്ക് ഫാദർ വിൽസൺ എലുവത്തിങ്കൽ പൂരൻ മുഖ്യ കാർമ്മികത്വം വഹിക്കും. വൈകിട്ട് 4:30 പ്രദക്ഷിണം, തുടർന്ന് സമാപന ആശീർവാദം, വർണ്ണമഴയും ഉണ്ടായിരിക്കും. എല്ലാം കൊണ്ടും വളരെ മനോഹരമായി പണിതീർക്കുവാൻ സഹായിച്ച എല്ലാവരെയും നന്ദിയോടെ ഈ സമയം ഓർക്കുകയും ഈ തിരുക്കർമ്മത്തിൽ പങ്കുചേരുവാൻ ഇവിടെ വന്നു ചേർന്ന നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ നന്ദിയോടെ നമുക്കോർക്കാം. ഇന്നത്തെ തിരുക്കർമ്മങ്ങൾക്ക് നമ്മുടെ തിരുനാൾ കൊടിയേറ്റവും അതുപോലെ തന്നെ നമ്മുടെ ഈ ദേവാലയത്തിൻ്റെ നവീകരിച്ച ഈ ദേവാലയത്തിൻ്റെ വെഞ്ചരിപ്പ് കർമ്മവും വിശുദ്ധ കുർബാനയും നമുക്ക് നല്ലൊരു സന്ദേശവും നൽകുവാൻ നമ്മളോടൊപ്പം നമ്മുടെ രൂപതയുടെ പിതാവായിട്ടുള്ള പോളി പിതാവാണ് എത്തിച്ചേർന്നിട്ടുള്ളത്. ചളിങ്ങാട് ബാദുഷ കമ്പനിയുടെ ആഭിമുഖ്യത്തിൽ അജ്മീർ ഉറൂസ് സംഘടിപ്പിച്ചു. ചളിങ്ങാട് മഹൽ ഖത്തീബ് അബൂബക്കർ സാദി പതാക ഉയർത്തി. സയ്യിദ് സൈനുദ്ദീൻ സഖാവി അൽ ബുഖാരി ഉദ്ഘാടനം ചെയ്തു. ജാഫർ സഖാവി അൽ അസ്ഹരി, നജീബ് സഖാവി എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി. ദുആ സമ്മേളനത്തിന് സയ്യിദ് സൈനുദ്ദീൻ സാദി അൽ ബുഖാരി നേതൃത്വം നൽകി. حسيني أبا وحسني وأما فكم له من شرف وفضل تمام. وفي السوالح أنه توجه والداه لما بلغ عمره 11 سنة إلى جهة العراق، وتوفيا ذلك العام ودفنا تلك الطباق رضي الله عنهما الخلاق. وجد من تركتهما بستان كثير الفواكه يطول إليه الأعناق. وفي تذكرة المعين أنه كان في صغره طالبا للمولى
وراغبا في إدراك العلا فتصدق ما عنده من المال الذليل متبتلا إلى الله الجليل وتوجه إلى بخاري. പഴുവിൽ സെന്റ് ആന്റണീസ് ഫെറോന ദൈവാലയത്തിൽ തിരുനാൾ ആഘോഷിച്ചു. പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും വിശുദ്ധ അന്തോണീസിന്റെയും സംയുക്ത തിരുനാൾ ഭക്തി നിർഭരമായി ആഘോഷിച്ചു. വിശുദ്ധ കുർബാനയെ തുടർന്ന് ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് മരത്താക്കര വികാരി റഫറന്റ് ഫാദർ ജോബ് വടക്കൻ മുഖ്യ കാർമ്മികനായി. പഴുവിൽ ഫെറോന അസിസ്റ്റന്റ് വികാരി ഫാദർ ഡേവിസ് പുലിക്കോട്ടിൽ സഹകാർമ്മികനായി. തൃശൂർ ഫാമിലി അപ്തലോട്ട് സെന്റർ യൂത്ത് മിനിസ്ട്രി ഡയറക്ടർ റഫറന്റ് ഫാദർ അലക്സ് മരോട്ടിക്കൽ തിരുനാൾ സന്ദേശം നൽകി. വൈകിട്ട് 4 മണിയുടെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം നടന്ന തിരുനാൾ പ്രദക്ഷിണത്തിന് നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. പ്രദർശനത്തിന് ശേഷം വർണ്ണമഴയും ഉണ്ടായിരുന്നു. പഴുവിൽ സെന്റ് ആന്റണീസ് ഫെറോന വികാരി റഫറന്റ് ഫാദർ ഡോക്ടർ വിൽസൺ ചെറുവത്തൂർ, അസിസ്റ്റന്റ് വികാരി ഫാദർ ഡേവിസ് പുലിക്കോട്ടിൽ, ട്രസ്റ്റിമാരായ സുനിൽ കുറ്റിക്കാടൻ, മാത്യു ഇരുമ്പൻ, ജെയിംസ് തട്ടിൽ, ആൻഡോ ചാലിശ്ശേരി, തിരുനാൾ ജനറൽ കൺവീനർ ബാബു ജോർജ് വടക്കൻ, വിവിധ കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. അയിരൂർ അയ്യാറെട്ട് വള്ളം വക ഭക്ഷ്യദാന വിതരണം നടത്തി. 28 വർഷമായി മുടങ്ങാതെ തുടർന്നു പോരുന്ന 1500 കുടുംബങ്ങൾക്ക് 7 കിലോ അരി വീതമാണ് നൽകിയത്. MLA ടൈസൺ മാസ്റ്ററും അഴീക്കോട് പോസ്റ്റൽ CA രമേശും ചേർന്ന് ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു. ചാപ്പക്കടവ് ശ്രീ ഗുളികൻ മുത്തപ്പൻ ഭഗവതി ക്ഷേത്ര പരിസരത്ത് നടത്തിയ യോഗത്തിൽ KK തമ്പി അധ്യക്ഷത വഹിച്ചു. കയ്പമംഗലം പോലീസ് സ്റ്റേഷൻ SI KP ജോഷ, ഇരിഞ്ഞാലക്കുട സ്പെഷ്യൽ ബ്രാഞ്ച് SI റീസൺ ജോൺ, അഡീഷണൽ SI ജയകുമാർ, GS CPOമാരായ പ്രജിത്, പ്രിയ, നീതു, CPO വിശാഖ്, ഫറൂഖ്, നഗരസഭ ജില്ലാ പ്രസിഡന്റ് KV തമ്പി, താലൂക്ക് പ്രസിഡന്റ് ദിവാകരൻ കുറുപ്പത്ത്, ചാപ്പക്കടവ് ഗുളികൻ മുത്തപ്പൻ ഭഗവതി ക്ഷേത്രം മേൽശാന്തി ലിജേഷ് ശാന്തി, ഭാരവാഹികളായ രക്ഷാധികാരി PK വേലായുധൻ, ഉപദേശക സമിതി അംഗം PK തമ്പി എന്നിവർ സംബന്ധിച്ചു. എടമഠം കാപ്പിരിക്കാവ് ദേവസ്ഥാനത്ത് മഹാനിവേദ്യ സമർപ്പണം നടന്നു. ദേവസ്ഥാനം മഠാധിപതി ഷിജു കാപ്പിരിക്കാവ് മഹാനിവേദ്യ സമർപ്പണത്തിന് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. മുത്തപ്പൻ നൃത്തത്തിൽ വന്ന് ഭക്തർക്ക് അനുഗ്രഹവും പ്രസാദ വിതരണവും നടത്തി. കൂടാതെ അന്നദാനവും നാടൻപാട്ടും കാളകളിയും വിവിധ ടീമുകളുടെ വീരനാറ്റം കൈകൊട്ടിക്കളിയും പ്രശസ്ത കലാകാരന്മാർ അണിനിരന്ന ഹാസ്യ സംഗീത വിരുന്നും അരങ്ങേറി. കൂടാതെ മഠാധിപതി ഷിജു കാപ്പിരിക്കാവ് വിവിധ മേഖലകളിലെ പ്രമുഖ വ്യക്തികളെ ആദരിച്ചു. കഴിമ്പ്രം വാലിപ്പറമ്പിൽ ശ്രീ ഭദ്രകാളി അന്നപൂർണേശ്വരി ക്ഷേത്ര മഹോത്സവത്തിനോടനുബന്ധിച്ച് വിഷ്ണുമായ സ്വാമിക്ക് കളമെഴുത്ത് പാട്ട് നടന്നു. പ്രദീപ് ചോലയിൽ, മെഡിമിക്സ് ചെന്നൈ, വാലിപ്പറമ്പിൽ പ്രഭാകരനുണ്ണി തുടങ്ങിയവരാണ് വിഷ്ണുമായ സ്വാമിക്ക് കളമെഴുത്ത് പാട്ട് സമർപ്പണം നടത്തിയത്. മുളങ്ങുന്നത്തുകാവ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് PG ക്വാർട്ടേഴ്സിൽ മോഷണം. തൃശൂർ അശ്വിനി ആശുപത്രിയിലെ ഓർത്തോ വിഭാഗം ഡോക്ടർ ഡനിലിന്റെ ഭാര്യ ഡോക്ടർ ശ്രേയ പോളിന്റെ ക്വാർട്ടേഴ്സിൽ നിന്നാണ് സ്വർണ്ണാഭരണങ്ങൾ കവർന്നത്. മെഡിക്കൽ കോളേജിലെ PG വിദ്യാർത്ഥിനിയായ ശ്രേയ പോൾ ശനിയാഴ്ച വൈകിട്ട് ക്വാർട്ടേഴ്സ് പൂട്ടി പുത്തൂർ വെട്ടുകാട് ഏഴാങ്കല്ലിലെ വീട്ടിലേക്ക് പോയിരിക്കുകയായിരുന്നു. ഞായറാഴ്ച ഉച്ചയ്ക്ക് ഡോക്ടർ ശ്രേയ പോളിന്റെ മാതാവ് ക്വാർട്ടേഴ്സിൽ എത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. ക്വാർട്ടേഴ്സിനകത്ത് അലമാരയിലെ സാധനങ്ങളെല്ലാം വലിച്ചു വാരിയിട്ട നിലയിലായിരുന്നു. സ്വർണ്ണാഭരണം സൂക്ഷിച്ചിരുന്ന പേഴ്സും തുറന്ന നിലയിൽ കിടപ്പുണ്ടായിരുന്നു. ഞായറാഴ്ച പുലർച്ചെ 3:30യോടെയാണ് മോഷണം നടന്നത്. 2 മോഷ്ടാക്കളുടെ ദൃശ്യം CCTVയിൽ പതിഞ്ഞിട്ടുണ്ട്. മെഡിക്കൽ കോളേജ് പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. ചേലക്കര സെന്ററിലെ പ്രസിൽ തീപിടുത്തം ലക്ഷങ്ങളുടെ നഷ്ടം കണക്കാക്കുന്നു. സരസ് കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന തൂലിക പ്രസിലാണ് തീപിടുത്തമുണ്ടായത്. കടയുടെ ഉൾഭാഗത്തു നിന്ന് പുക ഉയരുന്നത് ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാരുടെ സംയോജിതമായ ഇടപെടൽ മൂലം തീ കൂടുതൽ ഭാഗങ്ങളിലേക്ക് പടരുന്നത് തടയാൻ സാധിച്ചു. നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് വടക്കാഞ്ചേരിയിലെ 2 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തി തീ നിയന്ത്രണ വിധേയമാക്കി. ഷോർട്ട് സർക്യൂട്ടാണോ അപകട കാരണമെന്ന് സംശയിക്കുന്നു. വടക്കാഞ്ചേരി വാടാനി അണക്കെട്ടിന് സമീപം കാട്ടാനയെ ഗുരുതര പരിക്കുകളോടെ കണ്ടെത്തി. കടുവ ആക്രമിച്ചതാകാമെന്നാണ് പ്രാഥമിക നിഗമനം. കാട്ടാനയുടെ മുൻകാലിൽ നിന്ന് വലിയ തോതിൽ പഴുപ്പ് ഒഴുകുന്ന നിലയിലാണ്. ശരീരമാസകലം പരിക്കുള്ളതായും സംശയിക്കുന്നു.
ശസ്ത്രക്രിയയെ തുടർന്ന് വീട്ടമ്മ മരിച്ചതായി പരാതി. യങ്കക്കാട് പള്ളത്ത് വീട്ടിൽ മുരളീധരന്റെ ഭാര്യ 52 വയസ്സുള്ള നിർമ്മലയാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിച്ചത്. കഴിഞ്ഞ വെള്ളിയാഴ്ച ഇവരെ ഓട്ടുപാറ ആശുപത്രിയിൽ ഗർഭപാത്രം നീക്കം ചെയ്യുന്നതിനുള്ള ശസ്ത്രക്രിയയ്ക്കായി പ്രവേശിപ്പിച്ചിരുന്നു. തുടർന്ന് ശസ്ത്രക്രിയയ്ക്കു ശേഷം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. ബന്ധുക്കൾ വടക്കാഞ്ചേരി പോലീസിൽ പരാതി നൽകി. കടവല്ലൂരിൽ ബസും ട്രാവലറും കൂട്ടിയിടിച്ച് 10ഓളം പേർക്ക് പരിക്കേറ്റു. പുലർച്ചെയായിരുന്നു അപകടം. ശബരിമല ദർശനത്തിന് പോവുകയായിരുന്ന കർണാടക സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന ട്രാവലറും കർണാടകയിൽ നിന്നുള്ള വിനോദയാത്രാ സംഘത്തിന്റെ ബസുമാണ് കൂട്ടിയിടിച്ചത്. അപകടത്തിൽപ്പെട്ട ബസ് നിയന്ത്രണം വിട്ട് റോഡരികിലേക്ക് മറിഞ്ഞു. പരിക്കേറ്റവരെ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തൃശൂർ ജനറൽ ആശുപത്രിയിലെ മൈനർ ഓപ്പറേഷൻ തിയേറ്ററിനു സമീപത്തു നിന്ന് മൂർഖൻ പാമ്പിനെ പിടികൂടി. ഒരാഴ്ച മുമ്പ് ഡ്രൈവർമാരുടെ വിശ്രമ മുറിയിൽ കണ്ട പാമ്പിനെ പിടികൂടാൻ ശ്രമിച്ചെങ്കിലും പാമ്പ് മൈനർ OPയുടെ പൊത്തിലൂടെ പോയതിനാൽ പിടികൂടാൻ സാധിച്ചില്ല. ഇതിനിടെ പാമ്പിനെ ആശുപത്രി വളപ്പിലെ പല ഭാഗത്തും കണ്ടിരുന്നു. വീണ്ടും പാമ്പ് രാവിലെ മൈനർ OPയിൽ പ്രത്യക്ഷപ്പെടുകയായിരുന്നു. ആശുപത്രി ജീവനക്കാരനും സ്നേക്ക് റെസ്ക്യൂവറുമായ KP സുധീഷാണ് പാമ്പിനെ പിടികൂടി വനപാലകർക്ക് കൈമാറിയത്. 2 ആഴ്ചയിലേറെയായി ആശുപത്രിയിൽ പരിഭ്രാന്തി സൃഷ്ടിച്ച പാമ്പിനെ പിടികൂടാനായതിന്റെ ആശ്വാസത്തിലാണ് ആശുപത്രി ജീവനക്കാരും രോഗികളും. ചാവക്കാട് പോലീസ് സ്റ്റേഷന്റെ അകത്തുനിന്ന് അണലിയെ പിടികൂടി. പുലർച്ചെ 4-നാണ് 6 അടിയോളം നീളമുള്ള അണലിയെ സ്റ്റേഷന്റെ അകത്തുനിന്ന് പിടികൂടിയത്. പുലർച്ചെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരാണ് പാമ്പിനെ കണ്ടത്. സിവിൽ ഡിഫൻസ് വളണ്ടിയർ പ്രബീഷ് ഗുരുവായൂരെത്തി പാമ്പിനെ പിടികൂടി വനം വകുപ്പിന് കൈമാറി. പട്ടിക്കാട് സൂപ്പർ മാർക്കറ്റിലുണ്ടായ തീപിടുത്തത്തിൽ ലക്ഷങ്ങളുടെ നഷ്ടം. ജോർജേട്ടൻ സൂപ്പർ മാർക്കറ്റിലാണ് കഴിഞ്ഞ ദിവസം അഗ്നിബാധയുണ്ടായത്. തൃശൂരിൽ നിന്ന് ഫയർഫോഴ്സ് എത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. അഴീക്കോട് മാർത്തോമ തീർത്ഥകേന്ദ്രത്തിൽ ഹാർമണി ഫെസ്റ്റിവലിനോടനുബന്ധിച്ച് ഏർപ്പെടുത്തിയ അവാർഡ് പിന്നണി ഗായകൻ KG മാർക്കോസിന് സമ്മാനിച്ചു. ET ടൈസൺ MLA പുരസ്കാരദാനം നിർവഹിച്ചു. ഫാദർ ഡോക്ടർ ജോസ് നന്ദിക്കര, ഡോക്ടർ ജോർജ് S. തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ദേവമാത പ്രൊവിൻഷ്യൽ ഫാദർ ഡോക്ടർ ജോസ് നന്ദിക്കര CMI അനുഗ്രഹ പ്രഭാഷണം നടത്തി. എറിയാട് പഞ്ചായത്ത് പ്രസിഡന്റ് KP രാജൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷെമി മുഹമ്മദ്, PA കരുണാകരൻ എന്നിവർ സംസാരിച്ചു. മാർക്കോസ് ചേട്ടനെയും അവാർഡ് നൽകുന്നു. ഇരുളിൽ സ്നേഹനാളമായി സീനായ് മാമല മുകളിൽ നീതി പ്രമാണങ്ങൾ പകർന്നേകി ചെങ്കടലിൽ നീ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൃശൂരിൽ നടന്നത് വിദ്യാർത്ഥി സൗഹൃദ കലോത്സവമെന്ന് മന്ത്രി R. ബിന്ദു. തൃശൂരിന്റെ സംഘാടന മികവിനെ അഭിനന്ദിച്ച് സ്പീക്കർ. നമ്മുടെ വിദ്യാർത്ഥികൾ പ്രതിഭാസമ്പന്നർ ആണെന്നും എല്ലാവരും കേരളത്തിൽ വിജയികളായി തുടരണമെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ. പരാതികളില്ലാതെ കലോത്സവം സംഘടിപ്പിക്കാനായെന്ന് മന്ത്രി K. രാജൻ. ഇതോടെ വാർത്താ നേരം പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.